ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSCയിൽ ഏറ്റവും പ്രധാനമായി വന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ. സോ ഇതിന്റെ കാറ്റഗറി നമ്പർ, സിലബസ്, ദെൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്, അതുപോലെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ വീഡിയോസും കോണ്ടന്റും ഒക്കെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല www.challengerup.in എന്ന വെബ്സൈറ്റ് കൂടി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ കാറ്റഗറി നമ്പർ ആണ്. കാറ്റഗറി നമ്പർ 17/2025 ആണ്. അപ്പം ഇതിന്റെ സാലറി ആണ് അടുത്തത് 31,100 മുതൽ 66,800 വരെയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സാലറി ആണുള്ളത്. പക്ഷെ ഇതിന് ഫിസിക്കൽ ഇല്ല, അതുപോലെ മെഡിക്കൽ ഇല്ല. ഒരൊറ്റ ക്ലറിക്കൽ എക്സാം ആണ്. ഒരൊറ്റ എക്സാം എന്ന് പറയാൻ പറ്റില്ല, 2 എക്സാംസ് ഉണ്ട്, പ്രിലിംസും മെയിൻസും. പക്ഷെ എക്സാം രണ്ടുണ്ടെങ്കിലും നമുക്ക് അതല്ലാതെ ഫിസിക്കലോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ, മെഡിക്കലോ ഒന്നും തന്നെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് ഇല്ല. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് എങ്കിലും കഴിഞ്ഞ ലിസ്റ്റിൽ 100-ലധികം നിയമനങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മിനിമം ഒരു നിയമനം 100 വേക്കൻസി എങ്കിൽ 100 ഒഴിവുകളെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ആദ്യത്തെ 100 റാങ്കിൽ വന്നാൽ ജോലി ഉറപ്പിക്കാം എന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് 18 to 36 ആണ്. OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷവും നിയമാനുസൃതമായിട്ടുള്ള വയസ്സിനിളവ്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന ബിരുദമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2019 അന്ന് പ്രിലിംസ്, കൊറോണ കാരണം പ്രിലിംസ് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അന്ന് നടന്ന പ്രിലിംസ് 2021 അതിന്റെ കാറ്റഗറി അതിന്റെ കട്ട് ഓഫ് 54.33 ആണ്. പിന്നീട് മെയിൻസ് 33 കട്ട് ഓഫ്. ലിസ്റ്റിൽ 1054 പേരുമായിട്ടാണ് ലിസ്റ്റ് വന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ 2 കാറ്റഗറി ആയിരുന്നു, പ്രിലിംസ്, മെയിൻസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ കേരള സബ് ഇൻസ്പെക്ടർ അതിന്റെയൊക്കെ ഒരു പ്രിലിംസ് ഇപ്പൊ നടക്കാൻ പോകും. ആ ഒരു പ്രിലിമിനറിയിൽ ഇതില്ലെങ്കിലും അടുത്ത വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ പ്രാവശ്യവും 2 ഘട്ടങ്ങളായിട്ടായിരുന്നു എക്സാം നടത്തിയത്. സോ ആ പ്രിലിമിനറിക്ക് ഈ പ്രിലിംസിന്റെ സിലബസ് തന്നെ, നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെ ആയിരിക്കും ആ പ്രിലിമിനറിക്ക് ഉള്ളത്. പിന്നെ ഉള്ളത് മെയിൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം മെയിൻസിന്റെ സിലബസ് ഇതായിരുന്നു. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5, കേരള ഗവേൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, സ്പോർട്സ് ആ ഒരു ഭാഗത്ത് കറണ്ട് അഫയർ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്ന 5 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്ക്, ഇമ്പോർട്ടന്റ് ആക്ട് 5 മാർക്കാണ്, കറണ്ട് അഫയേഴ്സിന് 15 മാർക്ക്, റീസണിങ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. സോ ഇതാണ് മെയിൻസിന്റെ സിലബസ്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സിലബസ് തന്നെയാണ് പ്രിലിമിനറിക്ക് ഉള്ളത്. കട്ട് ഓഫ് ഒക്കെ ഒരു 54 ആ ഒരു റേഞ്ചിലാണ് കയറി വന്നിരിക്കുന്നത്. അപ്പൊ ഈ പരീക്ഷയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും. ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഡിഗ്രി പ്രിലിംസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ നിങ്ങൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഉള്ള ഡിഗ്രി നിലവാരത്തിലുള്ള എക്സാമുകൾക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ബിക്കോസ് അതായത് ഡിഗ്രി പ്രിലിംസിന്റെ അതേ സിലബസ് തന്നെയാണ് നമ്മൾ ഇതിനും വരുന്നത്. മെയിൻസ് ആകുമ്പോഴും വലിയ വ്യത്യാസമൊന്നും നമ്മൾ പുതിയതായിട്ടൊന്നും തന്നെ പഠിക്കുന്നില്ല. സോ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് അഡ്രസ് വഴി നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളൂ, അതുവഴി നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓർക്കുക, നമ്മൾ PSC എപ്പോഴും കുറ്റപ്പെടുത്തി ഇപ്പൊ PSC ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ. പക്ഷെ നന്നായി പഠിക്കുന്ന കുട്ടികൾ, അതായത് ആദ്യ റാങ്കുകളിലൊക്കെ എത്തുന്നവർക്ക് ഇപ്പോഴും ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ പഠിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളോടൊപ്പം ഏതെങ്കിലും കോച്ചിങ് സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളവര്
പഠിച്ച് ജോലി നേടിയവരെ കൂടെ ഒന്ന് നോക്കുക. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. നമ്മള് ആ ഒരു ചെയ്യുന്ന തയ്യാറെടുപ്പിൽ എവിടെയോ ഒരു ചെറിയ ഫോൾട്ട് മിക്കവാറും കുട്ടികൾക്ക് വരുന്നത് കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. അപ്പൊ ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിലബസ് അനുസരിച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആദ്യ റാങ്കുകളിൽ എത്താനും ജോലി നേടാനും ഒക്കെ പറ്റും. കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ www.challengerApp.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ വെബ്സൈറ്റിലേക്ക് ചേരുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സുകളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് നമ്മൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ബാച്ച് വഴി നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഓൾ ഈ ജനറൽ PSC ഓൾ ഇൻ വൺ ബാച്ച്, ഈ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി മുതൽ പ്ലസ് LGS LDC ലെവലുള്ള എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്തേക്കുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇവിടെ കൂപ്പൺ കോഡ്, എന്റെ കൂപ്പൺ കോഡ് എന്ന് ചോദിക്കുന്നിടത്ത് സച്ചിത 14999 എന്ന ഡിസ്കൗണ്ട് 14999 എന്ന ഡിസ്കൗണ്ട് നോക്കുക. അപ്പൊ 2000 മാത്രമേ കോഴ്സ് ഫീ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.